ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ 15ാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകൾ. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൽ 4 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ആ 4 ടോപ്പിക്കാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, രണ്ടാമത്തത് റെസൊണൻസ് എഫക്റ്റ്, അതിനെ മീസോമറിക് എഫക്റ്റ് എന്നും പേര് പറയും. മൂന്നാമത്തത് ഹൈപ്പർ കോൺജുഗേഷൻ, 4 ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ പഠിക്കാനുള്ള 4 പേരെ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ലിസ്റ്റ് ചെയ്തേ. നമുക്കിതിൽ ഓരോ എഫക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റിനെയും റെസൊണൻസ് എഫക്റ്റിനെയും മാത്രമാണ്. അത് വളരെ വലിയ ഈ പറയുന്ന 4 എണ്ണത്തിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഈ 2 എണ്ണം ആയതുകൊണ്ടാണ് അത് മാത്രം ഒരു വീഡിയോ ആക്കിയത്. എല്ലാവരും ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഒന്നാമത്തെ എഫക്റ്റാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് സ്ക്രീനിൽ കാണുന്നത് എന്നതിലേക്ക് നോക്കേണ്ടതില്ല. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് കേട്ടോളണം. കേൾവിക്കാണ് പ്രാധാന്യം. അത് മനസ്സിലായതിന് ശേഷം മാത്രമേ എഴുതുന്നതിന് പ്രസക്തിയുള്ളൂ. എഴുതാൻ ആർക്കും പറ്റുമല്ലോ, നന്നായി കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതാ കേട്ടോട്ടോ മോനെ, ഞാനൊരു 4 കാർബണിനെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. 4 കാർബൺ, ആർക്കും പ്രയാസമൊന്നുമില്ലല്ലോ ഒരു 4 കാർബണിനെ കാണുന്നത്. ആ 4ാമത്തെ കാർബണിൽ അല്ലെങ്കിൽ 1ാമത്തെ കാർബണിൽ ഞാനൊരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറ, കാർബണിനാണോ ക്ലോറിനാണോ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി? ക്ലോറിൻ ആണല്ലോ നല്ല ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? 2 ആറ്റങ്ങൾക്കിടയിൽ ഷെയർ ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോണുകളെ ഒരാളുടെ അടുത്തേക്ക് വലിച്ചു നിർത്താൻ, ചേർത്തി നിർത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇംഗ്ലീഷിലെ സായിപ്പന്മാർ ഇങ്ങനെയാണ് പറയാറ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എൻ ആറ്റം ഈസ് ദി എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്റ്റ് എ പെയർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ. ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യാൻ, ഒന്നുങ്ങോട്ട് ചേർത്തി നിർത്താനേ പറ്റുള്ളൂ, അതല്ലാതെ സ്വന്തമാക്കാനൊന്നും പറ്റില്ല. ഞാനും മറ്റൊരാളും തമ്മിലൊരു ബോണ്ട്, 2 ഇലക്ട്രോണുകൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടൊരു ബോണ്ട് തുടങ്ങി. ആ ബോണ്ടിലെ 2 ഇലക്ട്രോണുകളെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി നിർത്തുക, അട്രാക്റ്റ് ചെയ്ത് വെക്കുക, അതല്ലാതെ 2നെയും കൂടി ഞാൻ എൻ്റെ തോളത്തിട്ട് സ്വന്തമാക്കിയിട്ടില്ല. ഒന്ന് ചേർത്തി നിർത്താനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളത് ഹാലോജനുകൾക്കാണ്. അപ്പോൾ കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണ് ക്ലോറിൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ക്ലോറിൻ ഈ ഇലക്ട്രോണുകളെ അയാളുടെ അടുത്തേക്ക് ഒന്നിങ്ങനെ വലിച്ചു നിർത്തും. ക്ലോറിൻ അയാളുടെ അടുത്തേക്ക് ആ ഇലക്ട്രോണുകൾ ഇങ്ങനെ വലിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ? ഞാൻ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ക്ലോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തും. അത് കാരണം ക്ലോറിന് ഒരു ഡെൽറ്റ മൈനസ് ചാർജ് ഉണ്ടാകും. മൈനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന ചാർജാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ എന്നാണ് പേര് വിളിക്കേണ്ടത്. അപ്പോൾ ക്ലോറിൻ ഒരു ലാഭബോധവും കാർബണിനൊരു നഷ്ടബോധവും ഫീൽ ചെയ്യും എന്നുള്ളത് മനസ്സിലായല്ലോ. ക്ലോറിൻ ആ 2 ഇലക്ട്രോണുകളെ ക്ലോറിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചേർത്തി നിർത്തുമ്പോൾ ക്ലോറിൻ ഒരു ലാഭബോധം ഉണ്ടാകും. ആ ലാഭബോധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ മൈനസ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ് എന്നാ പറഞ്ഞത്. അതെന്താ സാറേ പാർഷ്യലായി പോയത്? അതെന്താ സാറേ കംപ്ലീറ്റ് ആവാതിരുന്നത്? സിമ്പിൾ കാര്യമാണ്. പാർഷ്യലായത് ഇതുകൊണ്ടാണ്, അയാൾക്ക് ഇലക്ട്രോണിനെ ചേർത്തി നിർത്താനേ പറ്റിയുള്ളൂ. എന്തിനു പറ്റിയില്ല? സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. സ്വന്തമാക്കാൻ പറ്റിയാലാണ് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് വരിക. ഇങ്ങനെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ്. സ്വാഭാവികമായിട്ടും ക്ലോറിൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഈ കാർബണിന് ഉണ്ടാകുമല്ലോ. കാർബണിനൊരു നഷ്ടബോധം ഉണ്ടാകും. നഷ്ടബോധങ്ങളെ കെമിസ്ട്രിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് പോസിറ്റീവ് ചാർജ്. പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആണ്, കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് അല്ല. നിങ്ങൾ നോക്കടാ, ആ കാർബണിന് ഇപ്പോൾ ഒരു ചെറിയ നഷ്ടബോധം ഉണ്ടല്ലോ. ആ നഷ്ടബോധം നികത്താൻ ആ കാർബൺ എന്ത് ചെയ്യുന്നറിയോ? തൊട്ടുപുറകിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണുമായിട്ടുള്ള 2 ഇലക്ട്രോണുകളെ അയാളുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തും. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോനെ, ക്ലോറിൻ എന്തുകൊണ്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ക്ലോറിൻ ജനിച്ചപ്പോഴേ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് എന്നല്ലേ അതിനർത്ഥം? കാർബൺ എന്തുകൊണ്ട് ഇലക്ട്രോണുകളെ ഇവിടെ അട്രാക്ട് ചെയ്തു? ജനിച്ചപ്പോഴേ കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ടാണോ? അല്ല. ഇപ്പോൾ ഈ ക്ലോറിൻ്റെ പ്രസൻസ് കൊണ്ട് അയാൾക്കുണ്ടായ നഷ്ടബോധം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാർബൺ അയാളുടെ ഇലക്ട്രോണുകളെ പുറകിൽ നിന്ന് വലിച്ചത്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ വലിക്കുന്ന വലിയൊന്നും ആർക്ക് വലിക്കാൻ പറ്റില്ല? കാർബണിന് വലിക്കാൻ പറ്റില്ല.
ക്ലോറിൻ്റെ വലിയായിരിക്കുമല്ലോ സ്ട്രോങ്. കാര്യം അയാൾ അതിനുവേണ്ടി കെട്ടിയൊരുങ്ങി വന്നതാ, ഇലക്ട്രോൺ അങ്ങോട്ട് വലിക്കാൻ വേണ്ടി വന്നതാ. അപ്പം ആ വലിവിലുണ്ടായ നഷ്ടം കൊണ്ട് മാത്രം ആ ക്ലോറിൻ്റെ ഇൻഡക്ഷൻ കാരണം, ഹലോ വാക്ക് ശ്രദ്ധിക്കണേ, ഇൻഡക്ഷൻ കാരണം, പ്രേരണ കാരണം മാത്രമാണ് ആ കാർബൺ ഒന്ന് വലിച്ചത്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ വലിക്കുന്ന അത്ര സ്ട്രോങ്ങിൽ വലിക്കാനൊന്നും കാർബണിന് പറ്റില്ല എന്ന് ഞാൻ ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ക്ലോറിൻ വലിച്ച വലി ഞാൻ 3 ആരോ മാർക്ക് കൊണ്ട് കാണിച്ചപ്പോൾ കാർബണിന്റെ വലിവിനെ ഞാൻ 2 ആരോ മാർക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാർബണിന് ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. എന്താ ഡെൽറ്റ ആയത്? കുറച്ചുകൂടെ പാർഷ്യൽ വളരെ ചെറിയ പോസിറ്റീവ് ചാർജ് രണ്ടാമത്തെ കാർബണിന് ഉണ്ടാവുള്ളൂ. വളരെ ചെറിയൊരു നഷ്ടബോധം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കാർബൺ അതിൻ്റെ പുറകിലുള്ള കാർബണിൽ നിന്ന് ചെറിയ രൂപത്തിലുള്ള ഒരു ചെറിയൊരു വലിവ് ഇങ്ങനെ വലിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ കാർബണിന് ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. മനസ്സിലായല്ലോ? ഈ മൂന്നാമത്തെ കാർബണിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രേരണ നീണ്ടുപോകില്ല. ഈ ക്ലോറിൻ്റെ ഇൻഡക്ഷൻ, നമ്മുടെ പ്രോപ്പർട്ടി ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് ആ ഇൻഡക്ഷൻ എന്ന വാക്കിന് പ്രസക്തി. ക്ലോറിൻ്റെ ഇൻഡക്ഷൻ കാരണമാണല്ലോ ഇവിടെയുള്ള ഈ ബോണ്ടുകളെല്ലാം പോളറൈസ്ഡ് ആയത് എന്ന് പറഞ്ഞാൽ ഒന്നിന് പോസിറ്റീവ് ചാർജ് ഒന്നിന് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ പേരാണ് ഈ പോളറൈസേഷൻ. അപ്പോൾ ക്ലോറിൻ്റെ പ്രസൻസ് കൊണ്ടാണല്ലോ ഇത് എന്തായത് പോളറൈസ്ഡ് ആയത്. അത് എത്രാമത്തെ കാർബൺ വരെ നീണ്ടുപോയി? 1, 2, 3 കാർബൺ വരെ പോയിട്ടുള്ളൂ. 4 കാർബണിലേക്ക് അത് എത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോനെ, ഇവർക്കിടയിലുള്ള ബോണ്ടുകളെല്ലാം ഏത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. മറക്കരുതേ, സിംഗിൾ ബോണ്ടാ. അപ്പൊ ഏത് ബോണ്ടിലൂടെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ പറയണം സിംഗിൾ ബോണ്ടുകൾക്കിടയിലൂടെയാണ്. സിംഗിൾ ബോണ്ടിനെ നമുക്ക് സിഗ്മ ബോണ്ട് എന്നും പേര് വിളിക്കാം. ഡീലാണല്ലോ. അടുത്തൊരു ചോദ്യം, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കുന്നു? സ്ട്രെങ്ത് കുറയുന്നു. കണ്ടല്ലോ, ഒന്നാമത്തെ സ്ഥലത്തുള്ള അത്ര വലിവ് രണ്ടാമത്തേലില്ല, അത്ര വലിവ് മൂന്നാമത്തതിലില്ല, 4ാമത്തേടത്തേക്ക് വലിവ് എത്തുന്നു പോലുമില്ല. ഇതിനെക്കുറിച്ചൊരു ചെറിയ ഓവറോൾ ധാരണയായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വായിച്ചു തുടങ്ങാം. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ 1ാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് പെർമനന്റ് എഫക്റ്റ് എന്നാണ്. എടാ പെർമനന്റ് ആണ്. ക്ലോറിൻ അവിടെ ഉള്ളിടത്തോളം കാലം ഈ എഫക്റ്റ് ഇവിടെ പ്രസന്റ് ആണ്. അപ്പൊ ആ ക്ലോറിൻ അവിടെ ഉള്ളിടത്തോളം കാലം ഈ എഫക്റ്റ് പെർമനന്റ് ആണ്. എപ്പോഴെല്ലാം ക്ലോറിൻ ഉണ്ടോ അപ്പോഴെല്ലാം ഈ എഫക്റ്റ് ഉണ്ട്. അപ്പൊ പഠിച്ചു വെച്ചോ, ഇൻഡക്റ്റീവ് എഫക്റ്റ് പെർമനന്റ് ആണ്. അടുത്തത്, എന്തുകൊണ്ടാണ് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടായത്? ഇതിന്റെ റീസൺ, വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ. എന്താണ് ആ റീസൺ എന്ന് നമുക്കറിയാം. ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. ശരിയല്ലേ? ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകാനുള്ള, ജനറേറ്റ് ചെയ്യാനുള്ള കാരണം. 3ാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എ പോളറൈസേഷൻ. ഒരു പോളറൈസേഷൻ മാത്രമാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരു പോളറൈസേഷൻ, ആ ചാർജുകളുടെ ഒരു നീങ്ങൽ മാത്രമാണ്, ഒരു ഭാഗത്തേക്കുള്ള വലിവ് മാത്രമാണ്. നോട്ട് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല എന്നതാണ് 3ാമത്തെ പോയിന്റ്. റെഡിയല്ലേ? 4ാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു പറ? ഡിക്രീസ് ചെയ്യുന്നു. 4ാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വിൽ നോട്ട് എക്സ്പീരിയൻസ് ആഫ്റ്റർ 3rd കാർബൺ. 3ാമത്തെ കാർബണിന് ശേഷം 4ാമത്തെ കാർബണിലേക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റ് എത്തില്ല. 5ാമത്തെ പോയിന്റ് ശരിക്കും വായിച്ചോ, 6ാമത്തെ പോയിന്റ് ശരിക്കും വായിച്ചോ, പ്രൊസീഡ്സ് ത്രൂ സിഗ്മ ബോണ്ട്. ശരിയല്ലേ? സിഗ്മ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് എന്നും പറയാം, തിരിച്ചു മറിച്ചും പറയാം. സിഗ്മ ബോണ്ട് ഓൺലി. സിഗ്മ ബോണ്ടുകളിലൂടെ മാത്രമേ ആരില്ല, പൈ ബോണ്ടില്ല. ഓർത്തു വെക്ക്, പൈ ബോണ്ടില്ല. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അല്ല, സിംഗിൾ ബോണ്ടുകളിലൂടെ അഥവാ സിഗ്മ ബോണ്ടുകളിലൂടെ. അതാണ് നല്ല വാക്ക്, സിഗ്മ എന്നതാണ് നല്ല വാക്ക്. സിഗ്മ ബോണ്ടുകളിലൂടെ മാത്രമേ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലോ സാറേ, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും അതിലൊരു സിഗ്മ ബോണ്ട് ഉണ്ടല്ലോ, ആ സിഗ്മ ബോണ്ടിന് മാത്രമാണ് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കളി മനസ്സിലായോ? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിലേ എടാ അവിടെ സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. അതിലേത് ബോണ്ടിൽ മാത്രമാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക? ഏത് ബോണ്ടിലാണ് പറ? സിഗ്മ ബോണ്ടിൽ മാത്രമാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി കേട്ടോട്ടോ മോനെ, ഈ ക്ലോറിൻ ഇല്ലടാ, ഈ ക്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ടല്ലേടാ ഈ ക്ലോറിൻ ഇങ്ങോട്ട് വലിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വലിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കാർബണിനേക്കാൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ വന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോറിൻ ഇങ്ങോട്ട് വലിച്ചതിന് പകരം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അങ്ങോട്ട് കൊടുക്കൂലേ? അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് 2 വിധമുണ്ട്.
ഒന്ന്, നന്നായി വലിക്കുന്ന ആൾക്കാരുണ്ട്, രണ്ട്, നന്നായി കൊടുക്കുന്ന ആളുകളുണ്ട്. അത് പ്രകാരം ഇൻഡക്റ്റീവ് എഫക്റ്റിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ്, 2 ടൈപ്സ്. ഒന്നാമത്തതാണ് പ്ലസ് ഐ എഫക്റ്റ്. മോനെ, ഇനി ഞാൻ പറയുന്നത് മരണം വരെ മറക്കരുതേ, മരിക്കോളം ഓർമ്മ വേണേ. പ്ലസ് എന്ന് ഈ എഫക്റ്റുകളുടെ കൂട്ടത്തിൽ നീ എവിടെ കണ്ടാലും ഓർത്തു വെച്ചോളണേ, അത് ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ്, വലിക്കുന്നവനല്ല. നോട്ട് ചെയ്യണേ. എന്താ പറഞ്ഞേ? പ്ലസ് ഐ, പ്ലസ് ആർ, പ്ലസ് എം, എന്ത് കണ്ടാലും ഐയും ആറും എം ഒക്കെ നീ മാറ്റിവെക്ക്, പ്ലസ് എന്ന് കണ്ടാലും ഓർത്ത് വെച്ചോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പൊ ഇതെന്താണ് പറ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. ED എന്ന് ഞാൻ എൻ്റെ മടികാരണം എഴുതിയത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് എന്ന് നീ കംപ്ലീറ്റ് ആക്കിയേക്കണേ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ്. കളി മനസ്സിലായോ? ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുന്നവനാണ് പ്ലസ് ഐ എഫക്റ്റ്. എന്താ പ്ലസ് ഐ? ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം കൊടുക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം കൊടുക്കുന്നവനാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ്. അതിന് എക്സാമ്പിൾ 2 ഓർത്ത് വെച്ചോളണേ. ഒന്നൊന്ന് സ്പെഷ്യലായിട്ട് ഓർത്ത് വെച്ചോ. O-, ഈ വര കാണുന്നത് ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്, ഒരു ലിങ്ക് അതാണല്ലോ അറ്റാച്ച് ചെയ്യുക. O- എന്ന ഗ്രൂപ്പ് പ്ലസ് ഐ ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ്. ഓൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ആരാടാ? ഓൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എടാ, ആൽക്കൈൽ ഗ്രൂപ്പുകളായിട്ട് ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമ്മുടെ മുൻ വീഡിയോകളിൽ നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. മീതൈൽ, ഈതൈൽ, നോർമൽ പ്രൊപ്പൈൽ, ഐസോ പ്രൊപ്പൈൽ, നോർമൽ ബ്യൂട്ടൈൽ, ഐസോ ബ്യൂട്ടൈൽ, സെക് ബ്യൂട്ടൈൽ, തേർഡ് ബ്യൂട്ടൈൽ, ഇങ്ങനെ ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലേ? ആ എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നവനാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇലക്ട്രോണുകളെ കൊടുക്കുന്നവനാണ്. ഓർത്തു വെച്ചേക്ക്. വീഡിയോ പോസ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നതിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനുള്ളതല്ല. വെരി 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 ഇമ്പോർട്ടൻ്റ്, എല്ലാവരും എഴുതിയെടുക്കുക. അപ്പൊ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ ടൈപ്പാണ് മൈനസ് ഐ എഫക്റ്റ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ഇലക്ട്രോണിനെ വലിക്കുന്നവനാണ്. വലിക്കുക എന്നതിന് ഇംഗ്ലീഷിൽ വിഡ്രോ ചെയ്യുക എന്നാണ് പേര് പറയുക. അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. എന്താടാ? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. വിത്ത് ഡ്രോയിങ് എന്നാണ് കേട്ടോ എഴുതുക. അറിയാത്തവർ നോക്കിക്കോ. വിത്ത് ഡ്രോയിങ്, വിഡ്രോ എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക, വലിക്കുക, ഇലക്ട്രോണിനെ ഊരിയെടുക്കുക. ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആ സിസ്റ്റത്തിലുള്ള ഇലക്ട്രോണുകളൊക്കെ അയാൾ ഇങ്ങനെ വലിക്കും, നന്നായി വലിക്കും. ആ വലിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പൊ മൈനസ് ഐ എന്ന് പറയാൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇലക്ട്രോണിനെ വലിക്കുന്നവൻ. അതിന് എക്സാമ്പിൾ ആണടാ ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും. ഇപ്പൊ നിങ്ങൾക്ക് OH അറിയാം, പിന്നെ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? അപ്പൊ ജനറലി ഞാൻ അതിനെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഹാലോജൻസിനെ അറിയാം, അതുപോലെ COOH അറിയാം, CHO അറിയാം, NO2 അറിയാം, പിന്നെ ആരറിയാം? OR അറിയാം, NH2 അറിയാം, പിന്നെ ആരാ? SO3H അറിയാം, പിന്നെ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന എക്സെട്ര അറിയാം. ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാൻ നോമൻക്ലേച്ചർ ഒക്കെ പഠിപ്പിച്ചപ്പോൾ നോൺ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ പറഞ്ഞു തന്നല്ലോ. എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകളും മൈനസ് ആയി. ഓർത്ത് വെച്ചേക്ക്, എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഇലക്ട്രോണിനെ വലിക്കുന്നവനാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണടാ സ്ക്രീനിൽ കാണുന്നത്. സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടല്ലോ, അതൊരു നിർവികാര ജീവിയാണ്. അയാളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് 0 അത് പ്ലസ് ഐയുമല്ല മൈനസ് ഐയുമല്ല. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണേ. എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം നെയ്തർ പ്ലസ് ഐ നോർ മൈനസ് ഐ. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 0. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഹാവിങ് 0 ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നൊക്കെ പച്ചക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണടാ പറ? ഹൈഡ്രജനാണ്. ഇനി ആൽക്കൈൽ ഗ്രൂപ്പുകൾക്കൊക്കെ പ്ലസ് ഐ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്ലസ് ഐ എഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് ഓൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നല്ലേ പറഞ്ഞേ? ആ ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ തന്നെ ആരാണ് മോർ പ്ലസ് ഐ, ആരാണ് കൂടുതൽ കൊടുക്കുന്നത് എന്നതാണ് ഇനി നമ്മുടെ ചർച്ച. ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് പൊന്നുമക്കളെ. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് പിന്നീട് ഒരു 2-3 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴാണ് ഈ കോൺസെപ്റ്റ് വീണ്ടും അവിടെ ഇങ്ങനെ വരിക. ഓർഗാനിക് കെമിസ്ട്രി അവസാനത്തിൽ നിന്ന് ആദ്യത്തേക്ക് പഠിക്കൽ ഇമ്പോസിബിൾ ആണ്. ആദ്യം മുതൽ അങ്ങോട്ട് പഠിച്ചാൽ വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ട്രാക്കിൽ പഠിച്ചു പോകുന്നവരുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത 14 പാർട്ടും കണ്ടിട്ട് തന്നെയാണ് 15ാമത്തെ പാർട്ട് കാണുന്നതെങ്കിൽ സൂപ്പർ.
നിങ്ങൾക്ക് ഇതിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ 1 മാർക്ക് നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി 11 കൊല്ലമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അനുഭവം കൊണ്ടാട്ടോ പൊന്നുമക്കളെ പറയണ. അഹങ്കാരം കൊണ്ട് നീ പറയുകയാണെങ്കിൽ നീ അതിനെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ഞാൻ വിളിക്കുന്ന പേര് അനുഭവം എന്നാണ്. അതുകൊണ്ട് പറയാ, നീ ഇത് പഠിക്കണം, വൃത്തിക്ക് പഠിക്കണം, പ്രൊഫഷണലായിട്ട് പഠിക്കണം, നല്ലോണം അറിയണം, എല്ലാ കാലത്തും ഇത് ഓർമ്മ വേണം. ഞാൻ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ഒക്കെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴും ഈ പറയുന്ന ബേസിക് കോൺസെപ്റ്റുകളെല്ലാം നിന്റെ മനസ്സിൽ വേണം. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പുകൾക്കിടയിൽ എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും +i ആണ്. അതിലാരാണ് നന്നായി കൊടുക്കുന്നത്, ആരാണ് അത്ര കൊടുക്കാത്തത് എന്ന ചർച്ചയാണ് ഇനി പറയുന്നത്. ആദ്യം നോക്കേണ്ടത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടിയാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടും. അപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ ഒരു 3 ആളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തത് മീഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തത് ഈഥൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തത് നോർമൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ശരിയല്ലേ? ഇതിലെവിടെയാ കാർബൺ കൂടുതൽ? നോർമൽ പ്രൊപ്പൈലില്ലല്ലടാ കാർബൺ കൂടുതൽ. അപ്പൊ അയാൾക്ക് കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകും. പിന്നെ ഈഥൈൽ, പിന്നെ മീഥൈൽ. പഠിച്ചല്ലോ. നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത്. ഹൈപ്പർ കോൺജുഗേഷൻ ഒക്കെ വരുമ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് സ്പെസിഫിക്കലി ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏറ്റവും കൂടുതലായിരിക്കുക എന്ന് നോക്കാനാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുതലായിരിക്കാണോ അയാൾക്കാണ്, അതിൽ സംശയമില്ല. അപ്പൊ ഒരു ചോദ്യം, സാറേ നമ്പർ ഓഫ് കാർബൺ ആറ്റം സെയിം ആണെങ്കിലോ? ബേജാറാവില്ല മോനെ, ഞാൻ പറഞ്ഞുതരാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. എവിടെയാണ് ബ്രാഞ്ചിന്റെ എണ്ണം കൂടുതൽ അയാൾക്കാണ് ഇൻഡക്റ്റീവ് എഫക്റ്റും കൂടുതൽ. ഹലോ, ചില കുട്ടികൾ കുറവ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഇത് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ അല്ല, ഇത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. എവിടെയാണോ ബ്രാഞ്ചിന്റെ എണ്ണം കൂടുതൽ അവിടെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റും കൂടുതൽ. നിങ്ങളൊന്ന് നോക്കിയാൽ ഞാൻ 4 എക്സാമ്പിൾ തന്നത്. എടാ, ഇവിടെ 4 കാർബൺ, ഇവിടെ 4 കാർബൺ, ഇവിടെ 4 കാർബൺ. കാർബണാറ്റത്തിന്റെ എണ്ണം സെയിം ആണെങ്കിൽ പിന്നെ അപ്പൊ കാർബണാറ്റത്തിന്റെ എണ്ണം വെച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഓർഡർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രാഞ്ച് നോക്കണം. ഇവിടെ നോ ബ്രാഞ്ച്, ഇവിടെ ബ്രാഞ്ച് ഇല്ല, ഇവിടെ 1 ബ്രാഞ്ച്, 1 ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ 2 ബ്രാഞ്ച്, ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ കൂടുതൽ ബ്രാഞ്ച് ഉള്ള ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ എന്നാണല്ലോ ആ ഗ്രൂപ്പിന്റെ പേര്. രണ്ടാമത്തവന്റെ പേര് ഐസോബ്യൂട്ടൈൽ എന്നാണ്, ഒന്നാമത്തവന്റെ പേര് നോർമൽ ബ്യൂട്ടൈൽ എന്നാണ്. ടെർഷ്യറി ബ്യൂട്ടൈലിനാണ് ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉള്ളത് ഡ്യൂ ടു മോർ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഓർത്തു വെക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം നോക്കേണ്ടത് കാർബണാറ്റത്തിന്റെ എണ്ണമാണ്. കാർബണാറ്റത്തിന്റെ എണ്ണം സെയിം ആണെങ്കിൽ ബ്രാഞ്ചിന്റെ എണ്ണമാണ്. അപ്പൊ ചില ഗുണാപ്പന്മാർക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും, സാറേ കാർബണാറ്റത്തിന്റെ എണ്ണവും സെയിം ആണ്, ബ്രാഞ്ചിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? കേട്ടോട്ടോ മോനെ, ബ്രാഞ്ചിന്റെ എണ്ണവും കാർബണാറ്റത്തിന്റെ എണ്ണവും സെയിം ആണെങ്കിൽ നീ ചെയ്യേണ്ടത് ഇതാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ടു ബ്രാഞ്ച്. ആ ബ്രാഞ്ചിലേക്ക് എത്ര അകലമുണ്ട് എന്ന് നോക്കണം. അകലം കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന ബ്രാഞ്ചും വളരെ അകലെ കിടക്കുന്ന ബ്രാഞ്ചും എവിടെയാ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക? തൊട്ടടുത്ത് കിടക്കുന്ന ബ്രാഞ്ച്. അവിടെയാണല്ലോ ഡിസ്റ്റൻസ് കുറവ്. ഇത് നോക്കിക്കേടാ, നിങ്ങളൊന്ന് നോക്കിയേ, എല്ലാത്തിലും 5 കാർബൺ ഉണ്ട്. ഞാൻ ഈ തന്നിരിക്കുന്ന 3 എക്സാമ്പിളിലും 5 കാർബൺ ഉണ്ട്. ഓരോ ബ്രാഞ്ചുമുണ്ട്, എല്ലാത്തിലും ഓരോ ബ്രാഞ്ചുമുണ്ട്. പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ആ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് കീ ആറ്റം എന്നാണ് ഞങ്ങൾ അതിനെ പറയാറ്. അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ, ഇതാ ഈ ബോണ്ട് ഇങ്ങനെ പോയ ഈ കാർബണില്ലേ, ആ കാർബണിനെ കീ ആറ്റം എന്നാണ് പറയുക. ആ കീ ആറ്റത്തിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് എത്ര അകലമുണ്ട് എന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയേ, ഇവിടെ ബ്രാഞ്ച് ഇയാളാണ്, ഇവിടെ ബ്രാഞ്ച് ഇയാളാണ്, ഇവിടെ ബ്രാഞ്ച് ഇയാളാണ്. ഒന്നാമത്തതിൽ കീ ആറ്റത്തിൽ നിന്ന് 3ാമത്തെ പൊസിഷനിലാ ബ്രാഞ്ച്. രണ്ടാമത്തതിൽ കീ ആറ്റത്തിൽ നിന്ന് 2ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. മൂന്നാമത്തത് കീ ആറ്റത്തിൽ തന്നെയാണ് ബ്രാഞ്ച്. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതലുള്ളിടത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയും, ഡിസ്റ്റൻസ് കുറവുള്ളിടത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള 3ാമത്തെ കാർബണിലല്ലേ, 3ാമത്തെ കോമ്പൗണ്ടിലാണ്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന മീഥൈൽ ബ്രാഞ്ചുള്ള ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏറ്റവും കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആൻസർ ആയിട്ട് ആരോ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കളി മനസ്സിലായില്ലേ? വൃത്തിയായിട്ട് എഴുതിയെടുത്തോളണേ മോനെ. അടുത്തതാണ്, രണ്ടാമത്തതാണ് റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മീസോമറിക് എഫക്റ്റ്. എടാ, ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ച ഒരുത്തന് റെസൊണൻസ് എഫക്റ്റ് അത് കമ്പയർ ചെയ്ത് പഠിക്കൽ അനിവാര്യമാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് പെർമനന്റ് അല്ലേ, റെസൊണൻസ് എഫക്റ്റും പെർമനന്റ് ആണ്.
ഓർത്തു വെക്കണേ, റെസൊണൻസ് എഫക്റ്റും പെർമനൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഉള്ളിടത്തോളം കാലം റെസൊണൻസ് എഫക്റ്റ് അവിടെ പ്രസന്റ് ആണ്. റെസൊണൻസ് എഫക്റ്റ് പെർമനൻ്റ് ആണ്. പഠിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഡ്യൂ ടു, നേരത്തെ ഞാൻ പറഞ്ഞു ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റംസ് എന്നാണ് അതിന്റെ റീസൺ. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ റീസൺ പറഞ്ഞത്. റെസൊണൻസ് എഫക്റ്റിന്റെ റീസൺ ആണ് പൊന്നുമോനെ രണ്ടാമത് കാണുന്നത്, ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. എടാ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. കാര്യം ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ ഒഴുകുന്ന കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കൂടെ ഇങ്ങനെ വരുന്ന ചില കോൺസെപ്റ്റുകളുണ്ട്. ഞാൻ അതിൽ ഒന്നും ഇടപെടേണ്ടി വരില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് ക്ഷമയോടെ കാത്തിരിക്കുക, ഓരോ ക്ലാസ്സും കാണുക, വൃത്തിയായിട്ട് പഠിപ്പിച്ച് തരുന്നത് പഠിക്കുക, പഠിക്കണ്ടെന്ന് പറയുന്നത് പഠിക്കേ വേണ്ട. ഈ ഒരു വാക്ക് നീ പഠിക്ക്, ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നീ ചിന്തിക്കണ്ട, അത് ഫ്രീ ആയിട്ട് ഈ യാത്രയിൽ ക്ലിയർ ആയിക്കോളും. ഒന്ന് പഠിച്ചേടാ. ഡ്യൂ ടു, റീസൺ പഠിക്കണേ, ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഓർ ലോൺ പെയർ ഇലക്ട്രോൺസ്. അതും കൂടി പറഞ്ഞോളണേ. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഓർ ലോൺ പെയർ ഇലക്ട്രോൺസ്. അങ്ങനെ ആയാൽ കംപ്ലീറ്റ് ആയി. അടുത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊസീഡ്സ് ത്രൂ സിഗ്മ ബോണ്ട് ഓർ സിംഗിൾ ബോണ്ട് ഓൺലി എന്നല്ലേ പറഞ്ഞ്. ഇവിടെ വായിച്ചേ, പ്രൊസീഡ്സ് ത്രൂ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഹലോ, പ്രൊസീഡ്സ് ത്രൂ കോൺജുഗേറ്റഡ് സിസ്റ്റം. റെസൊണൻസ് പ്രൊസീഡ് ചെയ്യുന്നത് സിഗ്മ ബോണ്ടുകളിലൂടെയോ പൈ ബോണ്ടുകളിലൂടെയോ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലൂടെയാണ്. സാറേ, കോൺജുഗേറ്റഡ് സിസ്റ്റം എന്താണെന്ന് അറിയാത്ത ഞങ്ങളോട് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലൂടെയാണ് റെസൊണൻസ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്താണെന്ന് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരുന്നുണ്ട്. നീ ഒന്ന് അടങ്ങ്. നമുക്ക് ഈ പഴയ സ്ലൈഡിലെ മുഴുവൻ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം. നീ ഇതൊന്ന് നോക്ക്. പ്രൊസീഡ്സ് ത്രൂ കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലൂടെയാണ് ആര് പോകുന്നത്? പറ. റെസൊണൻസ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കോ, സ്ട്രെങ്ത് വിൽ നോട്ട് ഡിക്രീസ് വിത്ത് ഡിസ്റ്റൻസ്. അതെന്തോ ഒരു കുത്തിയിട്ടുള്ള പറച്ചിലാണെന്ന് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതാ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് കുറയുന്നു എന്നവിടെ നമ്മളൊരു എടുത്തു പറഞ്ഞ പോയിന്റാ. പക്ഷെ അങ്ങനത്തെ കുറവൊന്നും ആർക്കില്ല? പറ. റെസൊണൻസ് എഫക്റ്റിനില്ല. റെസൊണൻസ് എഫക്റ്റ് എത്ര ദൂരമുണ്ടെങ്കിലും ഒന്നാമത്തെ പൊസിഷനിലെ അതേ സ്ട്രെങ്ത് അവസാനത്തെ പൊസിഷൻ വരെ കീപ്പ് ചെയ്യും. ഓർത്ത് വെച്ചോളണേ, വിൽ നോട്ട് ഡിക്രീസ് വിത്ത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചൊന്നും റെസൊണൻസ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് കുറയുന്നില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ മോനെ, ഇൻഡക്റ്റീവ് എഫക്റ്റ് മൂന്നാമത്തെ കാർബണും കഴിഞ്ഞ് നാലാമത്തെ കാർബണിലേക്ക് എത്തൂല എന്നല്ലേ ഞാൻ പറഞ്ഞ്? വാനിഷസ് ആഫ്റ്റർ തേർഡ് കാർബൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇൻഡക്റ്റീവ് എഫക്റ്റ് വാനിഷ് ചെയ്തു പോകുന്നു, ഇല്ലാണ്ടായി പോകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു കേസ് റെസൊണൻസ് എഫക്റ്റിൽ ഇല്ല. റെസൊണൻസ് എഫക്റ്റ് എത്ര ദൂരം വരെ പോകുന്ന അറിയോ നിങ്ങൾക്ക്? എക്സ്റ്റെൻസ് അപ് ടു ദി എൻഡ് ഓഫ് കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്തിന്റെ എൻഡ് വരെ ഏത് എഫക്റ്റ് പോകും? റെസൊണൻസ് എഫക്റ്റ് നീണ്ടുപോകും. ഓർത്ത് വെച്ചോളണേ, ഇൻഡക്റ്റീവ് എഫക്റ്റ് മൂന്നാമത്തെ പൊസിഷൻ കഴിഞ്ഞാൽ കട്ടായല്ലോ. അങ്ങനത്തെ കട്ടാവലൊന്നും റെസൊണൻസിലില്ല. പ്രൊസീഡ്സ് ത്രൂ കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലൂടെയാണ് ഇയാൾ മുന്നോട്ട് പോവുക. ആ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് 1 കിലോമീറ്റർ നീളം ഉണ്ടെങ്കിൽ, 1 കിലോമീറ്റർ ഞാൻ വെറുതെ അതിശയോക്തി പറയണ കേട്ടോ പൊന്നുമോനെ, കെമിസ്ട്രി ആണ്, മൈക്രോസ്കോപ്പിക് ആണ്, ജസ്റ്റ് പറയുക. 1 കിലോമീറ്റർ നീളമുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി കൊടുക്കുന്ന റെസൊണൻസ് എഫക്റ്റ് അറ്റം വരെ പോകും. ഏതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ ഞാനിങ്ങനെ വെറുതെ മനസ്സിലാക്കട്ടോ. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാർഡുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു അറ്റത്തുനിന്ന് ഇങ്ങനെ തട്ടൂലേ, അല്ലെങ്കിൽ ചെറിയ ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരറ്റത്തുനിന്ന് ഇങ്ങോട്ട് തട്ടൂലോ. കിലോമീറ്ററുകളോളം നീളമുള്ള ആ റോ ഒരറ്റത്തു നിന്നുള്ള ഒരു തട്ടൽ കാരണം ഇത് ഇങ്ങനെ നീണ്ട് അറ്റം വരെ പോകുമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് മിസ്സായാലോ, എവിടെയാണോ ആ ബ്ലോക്ക് മിസ്സാകുന്നത് അതുവരെ ഇത് പോകും. ശരിയല്ലേ? എന്ന പോലെ കോൺജുഗേറ്റഡ് സിസ്റ്റം എവിടെയെങ്കിലും കട്ടാവുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ റെസൊണൻസ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യില്ല. പക്ഷേ കോൺജുഗേറ്റഡ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്ന അതിൻ്റെ എൻഡ് വരെ റെസൊണൻസ് എഫക്റ്റ് നീണ്ടുപോകും എന്നൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് മനസ്സിലാകും ആരാണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന ചർച്ച പ്രസക്തിയുള്ളതാണ്. കേട്ടേടാ.
കോൺജുഗേറ്റഡ് സിസ്റ്റം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുന്നു. 7 ടൈപ്പ്. ഒന്നാമത്തതാണ് ഇങ്ങനെ പറയാൻ പറ്റണം. ഏത്? പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് എന്നിങ്ങനെ പറയാൻ പറ്റണം. പൈ സിഗ്മ പൈ, ഓൾട്ടർനേറ്റീവ് പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഇങ്ങനെ പറയാൻ പറ്റിയാൽ അതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. രണ്ടാമത്തതാണ് പൈ സിഗ്മ ബോണ്ട് പോസിറ്റീവ് ചാർജ്. ഒന്നാമതൊരു പൈ ബോണ്ട് കണ്ടു, പിന്നെ സിഗ്മ ബോണ്ട് കണ്ടു, നെക്സ്റ്റ് പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് കണ്ടു. ഞാൻ കാണിച്ചുതരാം, അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചുതരാം. ഇത് ആദ്യം ഒന്ന് എഴുതിയെടുത്തേ. പൈ സിഗ്മ നെഗറ്റീവ് ചാർജ്, പൈ സിഗ്മ ലോൺ പെയർ, പൈ സിഗ്മ ഫ്രീ റാഡിക്കൽ. ഓഡ് ഇലക്ട്രോൺ വന്നാൽ നമ്മൾ അതിനെ ഫ്രീ റാഡിക്കൽ എന്ന് പേര് വിളിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോമോളിസിസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തന്നതാണ്. ലാസ്റ്റ് വൺ പൈ സിഗ്മ പോസിറ്റീവ് ചാർജ് നേരത്തെ പറഞ്ഞതല്ലടാ. പൈ സിഗ്മ ലോൺ പെയർ സിഗ്മ പോസിറ്റീവ് ചാർജ്. ഇത് പൈ അല്ല, ലോൺ പെയർ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതേതാ? ഇത് പൈ സിഗ്മ പോസിറ്റീവ് ചാർജ് ആണ്. അവസാനത്തത് ലോൺ പെയർ, പിന്നെ ഒരു സിഗ്മ ബോണ്ട്, പിന്നെ ഒരു പോസിറ്റീവ് ചാർജ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനാണടാ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ എക്സിബിറ്റ് റെസൊണൻസ്? താഴെ പറയുന്ന മോളിക്യൂളുകളിൽ ആർക്കെല്ലാം റെസൊണൻസ് കാണിക്കാൻ പറ്റും, ആർക്കെല്ലാം റെസൊണൻസ് കാണിക്കാൻ പറ്റില്ല എന്നാണ് ക്വസ്റ്റ്യൻ. എടാ ഞാൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 7 വിധത്തിൽ ഇത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിക്കേ. ഒന്നാമത്തത് പൈ ബോണ്ടാണ്, രണ്ടാമത്തത് സിഗ്മ ബോണ്ടാണ്, മൂന്നാമത്തത് സിഗ്മ ബോണ്ടാണ്. ശരിയല്ലേ? ആ താളം തെറ്റിയില്ലേ? നമ്മൾ പറഞ്ഞത് പൈ സിഗ്മ പൈ തന്നെ വരണം. ഇത് പൈ സിഗ്മ സിഗ്മ എന്ന് വന്നു, താളം തെറ്റി. കാനോട്ട് ഷോ, ഇയാൾക്ക് പറ്റില്ല. എന്നാൽ അടുത്ത് നോക്കിക്കേ. ഇത് പൈ ബോണ്ടാണ്. പൈ ബോണ്ടാണ് എന്നല്ല, പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ട് ആണ് എന്നല്ല, കാര്യം 2 ബോണ്ടാകുമ്പോൾ ഒന്ന് സിഗ്മയും ഒന്ന് പൈയും ആയിരിക്കുമല്ലോ. പൈ ബോണ്ട് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് സിഗ്മയും ഒന്ന് പൈ ബോണ്ടും ആയിരിക്കും. പക്ഷെ പൈ ബോണ്ട് ഉണ്ട്. അങ്ങനെ ആവട്ടെ ഡയലോഗ്. പൈ ഉണ്ട്, സിഗ്മയുണ്ട്, സിഗ്മയുണ്ട്. കണ്ടോ? 2 സിഗ്മ അടുത്തടുത്ത് വന്നാൽ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അടുത്ത നോക്കിക്കേ. ഇത് സിഗ്മ, അത് വിട്ടേക്ക്. പൈ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണോ പൈ കാണുന്നത് അവിടെ മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഇതാ ഇത് പൈ, ഇത് സിഗ്മ, ഇവിടെ ഒരു പൈ കാണുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ സാറേ ഇങ്ങോട്ട് നോക്കണ്ടേ? അങ്ങനെ ഒന്നുമില്ല. ഒരു സിഗ്മ ബോണ്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ബോണ്ടിൽ എവിടെയെങ്കിലും എങ്ങോട്ട് പോകുന്ന ബോണ്ടാണെങ്കിലും ഒരു പൈ ബോണ്ട് ഉണ്ടായാൽ മതി, അതിന് റെസൊണൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ. ഇത് പൈ സിഗ്മ പൈ എന്നിവിടെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഇറ്റ് ക്യാൻ ഷോ റെസൊണൻസ്. പഠിച്ചോ മോനെ? അടുത്ത നോക്കിക്കേ. സിഗ്മയെ ആദ്യത്തെ സിഗ്മ നോക്കണ്ട. ഡി, ഓപ്ഷൻ ഡിയിലെ ആദ്യത്തെ സിഗ്മ നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പൈ കൊണ്ടാണല്ലോ. അപ്പോൾ എവിടെയാണോ പൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ അങ്ങോട്ട് നോക്കിയാൽ മതി. അതിന് മുമ്പുള്ളത് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ഒരു മോളിക്യൂളിൽ ഒരു ഭാഗത്തെങ്കിലും കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ടായാൽ മതി, അയാൾക്ക് റെസൊണൻസ് കാണിക്കാൻ പറ്റും എന്നാണ് ആൻസർ. അപ്പോൾ ഇയാൾക്ക് പൈ ബോണ്ട് ഉണ്ട്, ഇത് സിഗ്മ ബോണ്ടാണ്, അത് കഴിഞ്ഞ ഉടനെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ പൈ സിഗ്മ നെഗറ്റീവ് എന്നതിൽ ഇത് പെടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ. പൈ സിഗ്മ നെഗറ്റീവ് എന്നതല്ലേ നമ്മുടെ 3rd കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ. അപ്പോൾ പൈ സിഗ്മ നെഗറ്റീവ് ഓക്കെയാണ്. അപ്പോൾ ഇയാൾക്ക് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്, ഇയാൾക്ക് റെസൊണൻസ് കാണിക്കാൻ പറ്റും. അടുത്ത നോക്കിക്കേടാ. ഇ എന്ന് പറയുന്നത് ഇവിടെ പൈ, ഇവിടെ സിഗ്മ, ഇവിടെ സിഗ്മ പറ്റില്ല. 2 സിഗ്മ അടുപ്പിച്ച് വന്നാൽ നടപടി നെഹിഹേ. അടുത്ത നോക്കിക്കേടാ. ഒരു പൈ ബോണ്ട് ഇവിടെയുണ്ട്, ഒരു പൈ ബോണ്ട് ഇവിടെയുണ്ട്. ഞാനത് വരക്കാൻ വിട്ടുപോയതാണ്. അവിടെ ഒരു പൈ ബോണ്ട് കൂടിയുണ്ട്. അപ്പോൾ ഇയാൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കണേ. പൈ സിഗ്മ പോസിറ്റീവ് പറ്റുമല്ലോ. പൈ സിഗ്മ പൈ അതെന്തായാലും ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഈ പൈ മുതൽ അങ്ങോട്ട് മുകളിലോട്ട് വായിച്ചേ. പൈ സിഗ്മ പോസിറ്റീവ്. ശരിയല്ലേ? അപ്പോൾ ഈ കാർബൺ മുതൽ ഈ കാർബൺ വരെ ആൻറ്റി ക്ലോക്ക് വൈസ്, ദാ ഇവിടെ മുതൽ ഇവിടം വരെ ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. കളി മനസ്സിലായില്ലേ? പൈ സിഗ്മ പോസിറ്റീവ്. അപ്പോൾ അത് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. പൈ സിഗ്മ പൈ ഇവിടെ ഉണ്ട്, പൈ സിഗ്മ പോസിറ്റീവ് രണ്ടാമത്തതായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. ഇറ്റ് ക്യാൻ ഷോ റെസൊണൻസ്. അടുത്ത നോക്കിക്കേ. ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പൈ സിഗ്മ പോസിറ്റീവ് പോസിബിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ. ഇവിടെ പൈ ഉണ്ട്, സിഗ്മയുണ്ട്, പൈ ഉണ്ട്, സിഗ്മയുണ്ട്, പൈ ഉണ്ട്, സിഗ്മയുണ്ട്. ശരിയല്ലേ? ഒരു ബെൻസീൻ റിങ്ങിൽ പൈ സിഗ്മ എന്നാണല്ലോ ബെൻസീൻ റിങ്ങിന്റെ ഒരു താളം. അതുകൊണ്ട് ബെൻസീൻ മാത്രമാണെങ്കിൽ എന്തായാലും അയാൾക്ക് റെസൊണൻസ് ഉണ്ട്. ഇനി അതിന് പുറമെ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിക്കേ. ഇവിടുത്തെ ഈ പൈ നോക്കിക്കോ. പൈ കണ്ടല്ലോ. ഇതേതാ? സിഗ്മ. അത് കഴിഞ്ഞിട്ടോ പോസിറ്റീവ്. കണ്ടോ? ആ എൻഡിലും റെസൊണൻസ് ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് റെസൊണൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, സാറേ ഒരു ബ്രാഞ്ച് ഇങ്ങനെയാണ് വന്നിട്ട് ഇതാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു
ബെൻസീൻ റിങ് തന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് കാർബൺ ചെയിനും തന്നു. ഈ ലോങ് കാർബൺ ചെയിൻ കണ്ടാൽ തന്നെ അറിയാം അത് കോൺജുഗേറ്റഡ് അല്ല. കാര്യം അതിൽ ഒരു പൈ ബോണ്ട് പോലും ഇല്ല. അപ്പോൾ ഈ റെസൊണൻസ് കാണിക്കുന്ന ഭാഗം, കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗം ഈ ബെൻസീൻ റിങ് മാത്രമാണല്ലോ. അപ്പോൾ ഈ മോളിക്യൂളിനെ എൻറ്റയർലി നമുക്ക് റെസൊണൻസ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പറ്റും. അപ്പോൾ ഈ ഭാഗത്തിന് പറ്റൂലല്ലോ സാറേ, അത് നോക്കണ്ട. വലിയൊരു മോളിക്യൂളിൻ്റെ ചെറിയൊരു ഭാഗത്തെങ്കിലും റെസൊണൻസ് കാണിക്കാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 7 കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ താളം അയാൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺജുഗേറ്റഡ് സിസ്റ്റമായിട്ടാണ് പരിഗണിക്കുക. അവിടെ റെസൊണൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചെറിയൊരു ഭാഗത്തെ റെസൊണൻസ് ഉള്ളൂ, എന്നാലും ആ മോളിക്യൂളിൽ ചെറിയൊരു ഭാഗത്തായിട്ടാണ് റെസൊണൻസ് എങ്കിലും ആ മോളിക്യൂളിന് റെസൊണൻസ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പറ്റും. മനസ്സിലായോ? ചെറിയൊരു ഭാഗം കൊണ്ടാണ് പറ്റുക എങ്കിലും ശരി, അയാൾക്ക് പറ്റും എന്നാണ് ആൻസർ. ഇനി പറഞ്ഞേ, അവസാനത്തവൻ ഐ എന്ന് പറയുന്ന ആൾക്ക് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്യുക, ക്ലോസ് ചെയ്യണ്ട, പോസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഐ ഇങ്ങനെ തന്നെ എഴുതുക. ഐ ക്യാൻ ഓർ കനോട്ട്. ക്യാൻ ഓർ കനോട്ട് എന്ന് എഴുതരുത്. നിനക്ക് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത് അത് എഴുതുക. എല്ലാവരും ഇതൊന്നും ചെയ്തോളണേ. നിങ്ങൾ നമ്മളെ വീഡിയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം. കാര്യം എനിക്കറിയണം എത്ര പേര് ഇതിനൊക്കെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് വിധേയപ്പെടണേ, അതൊന്ന് ചെയ്ത് കാണിച്ചു തരണേ. അതിന് പറ്റുമോ പറ്റൂലേ എന്നൊന്ന് കാണിക്കുക. എടാ, റെസൊണൻസിനെ കുറിച്ച് തോരാതെ ഞാൻ സംസാരിച്ചു. റെസൊണൻസിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത്രയും പോയിന്റ് പറഞ്ഞു. അതിൽ കോൺജുഗേറ്റഡ് സിസ്റ്റം ആരാണ് എന്ന് ചോദിച്ചു, അതൊക്കെ പറഞ്ഞു തന്നു. അത് പ്രകാരം ഈ കാണുന്ന കോമ്പൗണ്ടുകൾക്ക് റെസൊണൻസ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞു തന്നു. ഇനി ഞാൻ പറയുകയാണേ, നേരത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ റെസൊണൻസ് എഫക്റ്റും 2 ടൈപ്പ് ഉണ്ട്. റെസൊണൻസ് 2 ടൈപ്പ് ഉണ്ടടാ. റെസൊണൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ആർ എഫക്റ്റ്. എന്തുകൊണ്ട് പ്ലസ് ആർ എന്ന് നിങ്ങൾക്കറിയാം. അയാൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിരിക്കും. പ്ലസ് വന്നാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. 6 കണ്ട് എന്താ 6? റെസൊണൻസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ 6. അതുകൊണ്ട് തന്നെ പ്ലസ് സം എഫക്റ്റ് എന്നും ഇതിനെ പേര് വിളിക്കും. പ്ലസ് വന്നത് എന്തുകൊണ്ട്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയതുകൊണ്ട്. എം വന്നത് മീസോമെറിക് എന്ന് ഇയാൾക്ക് മറ്റൊരു പേരുള്ളത് കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. അപ്പോൾ പ്ലസ് ആർ എഫക്റ്റ് ഓർ പ്ലസ് സം എഫക്റ്റ് കാണിക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളണം. ഈ ബോക്സിലുള്ള ആളുകളാണ് പ്ലസ് ആർ എഫക്റ്റ് ഓർ പ്ലസ് എം എഫക്റ്റ് കാണിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ പറയുന്നിടത്തോളം കാലം പ്ലസ് ആർ ഓർ പ്ലസ് എം എന്നൊന്നും പറയില്ല, പ്ലസ് ആർ എന്ന് പറഞ്ഞു നിർത്തും. ഈ ബോക്സിലുള്ളത് കാണാതെ പഠിക്കൽ ഫർളാണ്, നിർബന്ധമാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി പൂട്ടി വെച്ചേക്ക്. 2025 എൻട്രൻസ്. അപ്പം നോക്കാം, പഠിക്കാതെ എൻട്രൻസ് ഇല്ല. ഈ കാണുന്ന ഗ്രൂപ്പിലുള്ള ആരെ നിന്നോട് ഏതൊറക്കത്തിൽ ചോദിച്ചാലും ഇയാൾക്ക് പ്ലസ് ആർ ആണോ പ്ലസ് എം ആണോ മൈനസ് ആർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടപ്പ് 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 ആൻസർ പറയാൻ നിനക്ക് പറ്റിയിരിക്കണം, മസ്റ്റ്. സാറേ അങ്ങനെയൊക്കെ ഞെട്ടിച്ചാലോ? പേടിക്കണ്ട, ഒരു ഹിന്റ് ഉണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് മറന്നുപോയാൽ ഈ ഹിന്റ് നോക്കിയാൽ മതി. എന്താണ് ഹിന്റ്? കീ ആറ്റം കണ്ടെയ്ൻസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലിങ്ക് കൊടുക്കുന്ന ആറ്റം ഉണ്ടല്ലോ, ലിങ്ക് ഫ്രീ വാലൻസി, ആ ലിങ്ക് ഉണ്ടാക്കുന്ന ബോണ്ട് ഉണ്ടാക്കുന്ന ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ കിടക്കുന്ന ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പ്ലസ് ആർ ആയിരിക്കും. ഹാപ്പിയാണോ? ഹാപ്പി ആവണമെങ്കിൽ ലിങ്ക് ഉള്ള ആറ്റത്തിൽ ലോൺ പെയർ ഉണ്ടോ എന്ന് നോക്കാൻ അറിയണം. കുഞ്ഞെ നോക്കിക്കോട്ടെ. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ, OH ആൽക്കഹോളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. ലിങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കീ ആറ്റമായ ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. അതെങ്ങനെ? ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ 6 അല്ലേടാ. ഓക്സിജൻ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 6 ആണ്. ആ 6 എണ്ണത്തിൽ 1 ഇലക്ട്രോൺ ഹൈഡ്രജനിലേക്ക് ബോണ്ട് ഉണ്ടാക്കാൻ കൊടുത്തു. 1 ഇലക്ട്രോൺ ഇപ്പോൾ ഈ ഫ്രീ വാലൻസി ആയിട്ട് പുറകിലോട്ടും കൊടുത്തു. ബാക്കി 4 ഇലക്ട്രോൺ ഇല്ലേ, ആ 4 ഇലക്ട്രോൺ വേറെ പണിയൊന്നുമില്ലല്ലോ. ആ 4 ഇലക്ട്രോണാണ് റെഡ് കളറിൽ ഞാനിപ്പോൾ അടയാളപ്പെടുത്തി തന്നിരിക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അടുത്ത നോക്കിയേ, OCH3 സെയിം ആണ്, ഓക്സിജൻ തന്നെയാണല്ലോ. 2 ബോണ്ട് ഉണ്ട്, ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ടാകും. അടുത്തത് NH2 അമോണിയ, വാലൻസ് ഇലക്ട്രോൺ 5. ആ 5 എണ്ണത്തിൽ 3 എണ്ണം ഇപ്പോൾ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. കാണുന്നില്ല നിങ്ങൾ? 1 എണ്ണം ഫ്രീ വാലൻസി ആയിട്ടും 2 എണ്ണം ഹൈഡ്രജനിലേക്കും, ബാക്കി 2 എണ്ണം ഉണ്ടാകും. അതായത് 2 ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ 1 ലോൺ പെയർ ഉണ്ട് നൈട്രജനിൽ. NH6 എന്ന് പറഞ്ഞാൽ പ്രൈമറി അമീൻ എന്നാണ്. പ്രൈമറി അമീൻ, ഓക്കെ. പ്രൈമറി അമീൻ അല്ല കേട്ടോ മോനെ, സെക്കൻഡറി അമീൻ, സോറി. ഇതാണ് പ്രൈമറി അമീൻ.
പ്രൈമറി അമീൻ NH2 ആണ്, സെക്കൻഡറി അമീനാണ് NHR, അതിലുണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ടേർഷ്യറി അമീനിലുണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. പിന്നെ നമ്മുടെ പ്രധാനി ആരാ, നമ്മുടെ മുത്തുമണി ആരാ, ഹാലോജൻസ്. ഹാലോജൻസ് ആണല്ലോ എക്സ്, ഹാലോജൻസ്. അതിൽ ഫ്ലൂറിനുണ്ട്, ക്ലോറിനുണ്ട്, ബ്രോമിനുണ്ട്, അയോഡിനുണ്ട്. ഈ പറഞ്ഞ എല്ലാത്തിലും 6 ഇലക്ട്രോണുകൾ ഉണ്ട്. 1 2 3 4 5 6, 1 2 അല്ല 6 ഇലക്ട്രോൺ ഉണ്ട്. 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ലോൺ പെയർ ഉണ്ട്. അപ്പൊ കീ ആറ്റത്തിൽ, ബോണ്ട് ഉണ്ടാക്കുന്ന ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ പറ, അവർക്ക് തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റുന്നത് ഏതാണ്? +R എഫക്റ്റ് ആണ്. എന്ത് എഫക്റ്റ് ആണ് പറ? +R എഫക്റ്റ് ആണ്. ഓർത്തു വെക്കണേ, ഈ ബോക്സിലുള്ള സാധനം പൊന്നുമക്കളെ മരിച്ചങ്ങോട്ട് പോകുമ്പോഴേ ശരീരത്തുനിന്ന് പോകാവൂ, അതുവരെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണം. അല്ല സാറേ +R പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ, -R പറയണം. നോക്കിക്കോ, -R ഓർ -M. എന്തുകൊണ്ടെന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല. എന്തുകൊണ്ട് മൈനസ്? അവർ ഇലക്ട്രോണിനെ കൊടുക്കുന്നവനല്ല, വലിക്കുന്നവനാണ്. വിത്ത്ഡ്രോയിങ് ആണ്. ഇലക്ട്രോണിനെ വലിക്കുന്നവരെ എല്ലാം നമ്മൾ -R ഗ്രൂപ്പായിട്ടാണ് മനസ്സിലാക്കുക. ഇതാ ബോക്സ് ഉണ്ട്, കണ്ടോ മോനെ? പഠിക്കേണ്ട ബോക്സ് ഉണ്ട്. ഇവരെ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ബോക്സ് ഉണ്ട്. ഈ ബോക്സിലുള്ള ആൾക്കാരെ സാറേ നേരത്തെ ഒരു എന്തോ ഹിൻ്റൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും ഹിൻ്റ് നോക്കിക്കോട്ടെ. ഹിൻ്റ് ഇവിടെ ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കണം. എന്താണ് ഹിൻ്റ്? കീ ആറ്റം ഈസ് മൾട്ടിപ്ലി ബോണ്ടഡ്. എന്താടാ മൾട്ടിപ്ലി ബോണ്ടഡ്? ഒന്നിരിക്കൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ടു എ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. അതൊന്ന് ചിന്തിക്കാനുണ്ട്, നല്ലോണം ഒന്ന് ചിന്തിക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒന്നാമത്തെ ആളെ നോക്കിക്കോ, CHO. ഞാൻ CHOയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ C ഡബിൾ ബോണ്ട് OH എന്നാണ് ഒരു CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH ആണല്ലോ. എടാ ഇവിടെ കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. കാർബൺ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഓക്സിജനാണ്. അപ്പൊ കീ ആറ്റം എന്ന് പറഞ്ഞാൽ ആരാ? ബോണ്ട് ഉണ്ടാക്കിയ ആറ്റം ഇവിടെ കാർബൺ ആണ്. ആ കാർബൺ അതിനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജനിലേക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അതിനെ മൾട്ടിപ്പിൾ ബോണ്ട് എന്നാ പറയാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കീ ആറ്റം അതിനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവായ മറ്റൊരു ആറ്റത്തിലേക്ക് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുക എന്നതാണ് -R എഫക്റ്റ് കാണിക്കാനുള്ള ഗ്രൂപ്പുകളുടെ കണ്ടീഷൻ. പഠിച്ചോ? കീ ആറ്റം ഈസ് മൾട്ടിപ്ലി ബോണ്ടഡ് ടു എ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവായ മറ്റൊരു ആറ്റമാണല്ലോ ഓക്സിജൻ. അതിലേക്ക് ഈ കീ ആറ്റമായ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, -R. എന്ന പോലെ CO സെയിം കണ്ടീഷൻ. COയും സെയിം കണ്ടീഷനാണടാ. COOH സെയിം കണ്ടീഷനാ. NO2 സെയിം കണ്ടീഷനാ. കീ ആറ്റം നൈട്രജൻ ആണ്. അതിനേക്കാൾ മോർ ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജനിലേക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. CN ഒക്കെ നോക്കിക്കേ, കാർബൺ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവ് ആണ് നൈട്രജൻ. അതിലേക്ക് ഡബിൾ ബോണ്ട് പോലുമല്ല, ട്രിപ്പിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾവേസ് ഇറ്റ് ഈസ് -R. എന്ന പോലെ പെട്ടെന്ന് വായിച്ചു കിട്ടോ. SO3H CONH2 എന്നാണ് അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. COCl. അതുപോലെ CO വരുന്ന എല്ലാവരും ആരാ? COOR, എസ്റ്റർ. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം എക്സെട്രയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയുകയാണെ ഇവരെല്ലാവരും -R ആണ്. പഠിച്ചോ? NO2 ഗ്രൂപ്പ് പറഞ്ഞു. NO2 ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ആളാണ്. NO2 എപ്പോഴും ചോദിക്കുന്ന ആളാണ്. പച്ചക്ക് NO2 ഗ്രൂപ്പ് -R ആണോ +R ആണോ ചോദിക്കുന്നതിന് അർത്ഥമില്ല. പിന്നെ ആസിഡിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ +R ആണോ -R ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഓർത്തോ പാരാഡയറക്റ്റിംഗ്, മെറ്റാ ഡയറക്റ്റിംഗ് കോൺസെപ്റ്റുകളിലൊക്കെ ഇതിൻ്റെ ഒരു അതിപ്രസരമാണ്. അതിലേക്കൊക്കെ ഞാൻ വരും. അന്ന് ഇതെല്ലാം ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കും. അപ്പം ഇങ്ങനെ മനസ്സിലിട്ട് കറക്കാൻ പറ്റുന്നവനാരോ അവന് സ്വർഗമുണ്ട് കേട്ടോ. അടുത്തത് പ്രധാനമാണ്. ഒരു കീ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ബോണ്ട് ഉണ്ടാക്കുന്ന ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഓൾവേസ് -R. -I എന്നാണ് ഞാൻ എഴുതിയത്, -R. അത് ഓൾവേസ് -R. പഠിച്ചോളണേ മോനെ. ഒരു കീ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഓൾവേസ് -R. റെസൊണൻസ് എഫക്റ്റ് പ്രകാരം അയാൾ ഇലക്ട്രോണിനെ വലിക്കുന്നവനാണ്, കൊടുക്കുന്നവനല്ല. സാറേ ആ ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഒക്കെ ഇനി ഉണ്ടെങ്കിലോ, നീ ഒന്നും എന്നോട് മിണ്ടാൻ നിൽക്കണ്ട. കീ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ നീ അതിൻ്റെ ഒരു കിടുതാപ്പും നോക്കണ്ട. അതിൽ ലോൺ പെയർ ഉണ്ടോ, അത് മോർ നെഗറ്റീവ് ആയിട്ടുള്ള മറ്റൊരാളിലേക്ക് ഡബിൾ, അങ്ങനത്തെ ഒരു അലക്കെ നീ നോക്കണ്ട. ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടോ, കീ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടോ, നോ മോർ കമൻസ്, ഇറ്റ് ഈസ് ഓൾവേസ് -R. അപ്പം ഇനി ഞാൻ നാളെ ഇങ്ങനെ ചോദിക്കും, NH3+ എന്ന് കണ്ടു, ഇത്
+R ആണോ -R ആണോ? വേറെ ഡയലോഗൊന്നുമില്ല, -R. NH3+ എന്നതിലെ കീ ആറ്റം നൈട്രജൻ ആണല്ലോ, അതിന് പോസിറ്റീവ് ചാർജ്. വേറെ ഒന്നും എന്നോട് പറയണ്ട, -R. പഠിച്ചോ? അപ്പോൾ നാളെ എങ്ങനെ കാണും? ക്ലോറിൻ പ്ലസ്. സാറേ ഈ ക്ലോറിൻ്റെ കൂടെ ലോൺ പെയർ. എടാ കുണാപ്പ, നിന്നോടല്ലേ അതിനെപ്പറ്റി മിണ്ടണ്ടെന്ന് പറഞ്ഞ്. ക്ലോറിന് പോസിറ്റീവ് ചാർജ് ഉണ്ടോ? ലോൺ പെയറോ ഒലക്കി നോക്കാൻ നിൽക്കണ്ട, -R. ഒന്നും നോക്കണ്ട, -R. പഠിച്ചോ? കീ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ -R. ചർച്ച തീർന്നു. അവസാനത്തിലേക്ക് കിടക്കുകയാണ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റെസൊണൻസ് എഫക്റ്റ്. എടാ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്നും റെസൊണൻസ് എഫക്റ്റ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചു തന്നല്ലോ. ഇനി ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് ആണോ റെസൊണൻസ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് ആണോ കൂടുതൽ എന്ന് ചർച്ച ചെയ്യണം. അതെന്തിനാ സാറേ അങ്ങനെ ഒരു വൃത്തികെട്ട ചർച്ച ആവശ്യമുണ്ട്? ഞാൻ കാണിച്ചു തരാം. എടാ ഞാനിവിടെ ഒരു 4 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആ 4 എക്സാമ്പിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നോട് രേഖപ്പെടുത്തണേ. എടാ O- കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം, മോശമൊന്നുമില്ലല്ലോ. ഈ O- ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ്, റെസൊണൻസ് എഫക്റ്റ് എന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. എടാ ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ ഹെഡിങ് എഴുതിയെടുത്ത് ആ ഹെഡിങ്ങിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കിക്കേ. 2 ടൈപ്സ് ഉണ്ട്. ആ 2 ടൈപ്സിൽ പോസിറ്റീവ് +I കാണിക്കുന്നതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ O- തന്നത്. ബാക്കി ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്നല്ലേ തന്നത്, ഓൾ ആൽക്കിൽ ഗ്രൂപ്പ്സ് എന്നല്ലടാ തന്നത്. O- എന്ന് പറയുന്ന ആള് +I ആണ്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, +I. റെസൊണൻസ് എഫക്റ്റ് നോക്കാൻ നമ്മൾ ആ ഹിൻഡ് എടുത്ത് നോക്കിയാൽ മതി. ഇതിൽ നെഗറ്റീവ് ചാർജുള്ള ഈ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ടോ നോക്കണം. ഉണ്ട്, 6 ലോൺ പെയറുകളുണ്ട്. കാര്യം ഓക്സിജന്റെ 6 ഇലക്ട്രോണുകൾ ഓൾറെഡി ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ എന്നാണല്ലോ. അപ്പോൾ ടോട്ടൽ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ ഇപ്പോൾ 7 ആയി. ആ 7 എണ്ണത്തിൽ 1 മാത്രമേ ഇപ്പോൾ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി 6 അവിടെ ഇങ്ങനെ വെല്ലെങ്ങനെ നിൽക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഈ O- എന്ന് പറയുന്ന ആൾക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇയാൾ +R ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോനെ, +I എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം കൊടുക്കുന്നവൻ എന്നാണല്ലോ. +R എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസൊണൻസ് എഫക്റ്റ് പ്രകാരം കൊടുക്കുന്നവൻ എന്നാണല്ലോ. അപ്പൊ ഞാൻ പറയട്ടെടാ, ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരവും റെസൊണൻസ് എഫക്റ്റ് പ്രകാരവും ഇയാൾ കൊടുക്കുന്നവൻ തന്നെയാണ്. കാര്യം ഇതിന്റെ 2 എഫക്റ്റും പ്ലസ് ആണല്ലോ. അപ്പൊ ആകെ മൊത്തം ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരവും കൊടുക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരവും കൊടുക്കും. ആകെ മൊത്തം ഈ O- എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നാട്ടില് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പോൾ +I ആണോ +R ആണോ കൂടുതൽ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താ? ഇയാൾ കൊടുക്കുവോ വാങ്ങുമോ എന്ന് അറിയാൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ചെക്ക് ചെയ്തു, അത് കൊടുക്കും. റെസൊണൻസ് എഫക്റ്റ് ചെക്ക് ചെയ്തു, അതും കൊടുക്കും. എന്നാ പിന്നെ ഏതാ കൂടുതൽ കൊടുക്കുക? അങ്ങനത്തെ ചർച്ച ഒന്നുമില്ല. എന്തായാലും കൊടുക്കുമല്ലോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. എന്നാൽ NO2 നോക്കാം. എന്താ NO2 അവസ്ഥ എന്നറിയോ? അയാൾക്ക് നാട്ടിലുള്ള അയാളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുകയാണെ. ഇയാളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താ, റെസൊണൻസ് എഫക്റ്റ് എന്താ? പറ. NO2 എന്ന ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. നൈട്രോ എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണല്ലോ. ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഞാൻ എന്തിനാണ് എക്സാമ്പിൾ തന്നത്? -I ആണ്. അപ്പൊ ഇയാള് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം വലിക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരം ഇയാൾ വലിക്കുമെന്ന് ഇവിടെ ഞാൻ എഴുതി തന്നതല്ലേ. NO2 ബോക്സിലാക്കി ഞാൻ വെച്ചതല്ലേ. പിൽക്കാലത്ത് ഇത് കമ്പയർ ചെയ്യാൻ ആവശ്യം വരുമെന്ന് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പൊ പറ, NO2 ഗ്രൂപ്പ് കൊടുക്കുവോ വാങ്ങോ? വാങ്ങും, -R ആണ്. എങ്കില് എന്നോട് പറ, ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇയാൾ വലിക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരവും ഇയാൾ വലിക്കും, 2 എഫക്റ്റ് പ്രകാരം ഇയാൾ വിഡ്രോ ചെയ്യുന്നവനാണെങ്കിൽ പിന്നെ ഇയാൾ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണോ വിഡ്രോയിങ് ഗ്രൂപ്പാണോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ? ഇയാൾ വിഡ്രോയിങ് ഗ്രൂപ്പാണ് എന്നാണ് നാട്ടിലുള്ള അഭിപ്രായം. ഇയാളൊരു ഇലക്ട്രോൺ വിഡ്രോയിങ്ങാണ്. കാര്യം ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരവും വലിക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരവും ഇയാൾ വലിക്കും. എങ്കിൽ ഈ 2 സ്ഥലങ്ങളിലും ആരാണ് കൂടുതൽ ആരാണ് കുറവ് എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇനിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. നല്ലോണം ശ്രദ്ധിക്കണേ. എടാ OH ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താ, റെസൊണൻസ് എഫക്റ്റ് എന്താന്ന് പറ. OH ഇൻഡക്റ്റീവ് എഫക്റ്റ്. OH എന്നതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇൻഡക്റ്റീവ് എഫക്റ്റ് -ആണ്. ശരിയല്ലേ? OH എന്നതിൽ റെസൊണൻസ് എഫക്റ്റ് നോക്കാൻ ഞാൻ 2 ഹിന്റ് തന്നിട്ടുണ്ട്. കീ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് OH ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് +R കൂട്ടത്തിലാണ്. ഇവിടെ പ്രശ്നമാണ്. അപ്പൊ ആകെ മൊത്തം OH എന്ന ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ എന്നറിയാൻ ഇയാളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണോ റെസൊണൻസ് എഫക്റ്റ് ആണോ കൂടുതൽ എന്നറിയേണ്ടി വരും. ഹലോ ചിന്തിക്കണേ. ഞാൻ പറഞ്ഞുതരാം. OH എന്ന ഗ്രൂപ്പ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം വലിക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരം കൊടുക്കും. അപ്പൊ ഈ ആകെ മൊത്തം OH 2 സ്വഭാവമുണ്ട്.
ഒരു എഫക്റ്റ് പ്രകാരം വലിക്കുകയും മറ്റൊരു എഫക്റ്റ് പ്രകാരം കൊടുക്കുകയും. അപ്പോൾ ഈ OH ശരിക്കും വലിക്കുന്നവനാണോ കൊടുക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ ഇയാൾ എത്ര വലിച്ചു എത്ര കൊടുത്തു എന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് പറയാൻ പറ്റൂ. എടാ, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അവൻ 500 രൂപ വാങ്ങി 100 രൂപ തന്നു. ഹലോ, അവൻ 500 രൂപ അങ്ങോട്ട് വലിച്ചെടുത്തു, 100 രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നു. വലിച്ചതാണോ തന്നതാണോ കൂടുതൽ? വലിച്ചതല്ലേ കൂടുതൽ. അപ്പൊ ആകെ മൊത്തമാണെന്ന് അറിയേ ഞാൻ എന്താ പേര് വിളിക്കുക? വലിക്കുന്നവൻ എന്നല്ലടാ പേര് വിളിക്കുക. അപ്പൊ അത് വലിച്ചതാണോ തന്നതാണോ കൂടുതൽ എന്ന് അറിഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇയാളെ കുറിച്ച് ഇയാൾ വലിക്കുന്നവനാണ് എന്ന് പറയാൻ പറ്റിയത്. അവിടെ കമ്പാരിസൺ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. റെസൊണൻസ് എഫക്റ്റ് ആണോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണോ കൂടുതൽ എന്ന് പറയണം. എനിക്ക് വേറൊരു കൂട്ടുകാരനുണ്ട്. അവന് എൻ്റെ കയ്യിൽ നിന്നൊരു 100 രൂപ അങ്ങോട്ട് കൊണ്ടുപോയി 500 രൂപ അങ്ങോട്ട് തന്നു. അപ്പൊ ആകെ മൊത്തം അവൻ തന്നോ വാങ്ങിയോ? അവൻ ആകെ മൊത്തം എനിക്ക് തന്നവനാണ്. കാര്യം 100 കൊണ്ടുപോയിട്ടുള്ളൂ, 500 ഇങ്ങോട്ട് തന്നു. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരമുള്ള ഇയാളുടെ വലിവാണോ റെസൊണൻസ് എഫക്റ്റ് പ്രകാരമുള്ള ഇയാളുടെ കൊടുക്കലാണോ കൂടുതൽ എന്ന് അറിയണം. അതാണ് ഈ ഹെഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. കമ്പാരിസൺ ബിറ്റ്വീൻ I ആൻഡ് R എഫക്റ്റ്. പഠിച്ചോട്ടാ മോനെ, ഞാനിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ ഹാലോജൻസ്, ഹാലജനുകൾക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് റെസൊണൻസ് എഫക്റ്റിനേക്കാൾ കൂടുതൽ. ബോക്സിലാക്കി അടക്കം ചെയ്തെടുത്ത് വെച്ചോളണം. ഹാലജൻസിന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് റെസൊണൻസ് എഫക്റ്റിനേക്കാൾ കൂടുതൽ. അതേഴ്സ്, ഹാലജൻ അല്ലാത്ത ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് റെസൊണൻസ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാൾ കൂടുതൽ. തിരിച്ചാ വരിക. അപ്പോൾ പറഞ്ഞ മോനെ, റെസൊണൻസ് ആണോ ഇൻഡക്റ്റീവ് ആണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ആരുടെ കേസിൽ എന്ന് തിരിച്ചു ചോദിക്കണം. ഹാലജന്റെ കേസ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റാ കൂടുതൽ, അല്ലാത്തവരുടെ കേസിലാണെങ്കിൽ റെസൊണൻസ് എഫക്റ്റാ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. OH എന്ന എക്സാമ്പിൾ. ഇത് ഹാലജൻ ആണോ? അല്ല, അതറാണ്. അതറാണെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് അല്ലേടാ കൂടുതൽ. അപ്പോൾ പറ, ഇയാളുടെ +R എഫക്റ്റ് ആണ് ഇയാളുടെ -I എഫക്റ്റിനേക്കാൾ കൂടുതൽ. ശരിയല്ലേ? റെസൊണൻസ് പ്രകാരമുള്ള അയാളുടെ കൊടുക്കലാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരമുള്ള അയാളുടെ വാങ്ങലിനേക്കാൾ കൂടുതൽ. അപ്പോൾ ആകെ മൊത്തം ഇയാളുടെ കൊടുക്കലാണ് കൂടുതൽ. അതുകൊണ്ട് ഇയാളെക്കുറിച്ച് നാട്ടിൽ പറയുന്ന അഭിപ്രായം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്നാണ്. കമ്പയർ ചെയ്യാൻ പറ്റിയത് കൊണ്ടല്ലേ ഇയാൾ ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ എന്ന് പറയാൻ പറ്റിയത്. കിട്ടിയോ കുഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നാലാമതൊരുത്തൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ക്ലോറിൻ. പറഞ്ഞേടാ, ക്ലോറിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഒന്നും നോക്കാനില്ല, എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകളും -I ആണ്. പക്ഷേ ക്ലോറിനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടെന്നും അയാൾ +R എഫക്റ്റ് കാണിക്കാൻ പറ്റുന്നവനാണെന്നും +Rന്റെ എക്സാമ്പിളിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ഹാലജൻസും +R ആണ്. അപ്പോൾ ഹാലജന്റെ റെസൊണൻസ് എഫക്റ്റ് കൊടുക്കലാണ്, +R ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇയാൾ വലിക്കും, റെസൊണൻസ് എഫക്റ്റ് പ്രകാരം ഇയാൾ കൊടുക്കും. ഓപ്പോസിറ്റ് എഫക്റ്റുകളാണ്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ തിയറിയിലേക്ക് തിരിച്ചു പോകും. ഹാലജനുകളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഇൻഡക്റ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ കഥ? ഹാലജൻസിന്റെ കൂട്ടത്തിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് റെസൊണൻസ് എഫക്റ്റിനേക്കാൾ പവർ ഉള്ളത്. അപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇയാൾ എന്താ ചെയ്യണത്? വലിക്കുന്നു, -I ആണ്. റെസൊണൻസ് എഫക്റ്റ് പ്രകാരമുള്ള കൊടുക്കലിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇയാളുടെ വലിവാണ് കൂടുതൽ. ആകെ മൊത്തം ഇയാളെക്കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്നാണ്. കമ്പാരിസൺ അറിയുന്നത് കൊണ്ടല്ലേടാ ഇയാളിപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെന്ന് പറയാൻ പറ്റിയത്. അതാണ് കമ്പാരിസന്റെ ഇമ്പോർട്ടൻസ്. പെട്ടെന്നൊന്ന് ബ്രഷ് ചെയ്തോ. എന്താണ് കമ്പാരിസൺ? ഇങ്ങനെയാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് റെസൊണൻസ് എഫക്റ്റിനേക്കാൾ കൂടുതൽ. ആർക്ക്? ഹാലജനുകൾക്ക്. ബാക്കി എല്ലാവർക്കും റെസൊണൻസ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാൾ കൂടുതൽ. പഠിച്ചോ മോനെ? അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും, അപ്പോൾ ഇനിയിപ്പോൾ ഈ ദുനിയാവിലുള്ള മുഴുവൻ ഫങ്ഷണൽ ഗ്രൂപ്പും ഇതിപ്പോൾ കൊടുക്കുന്നതാണോ വാങ്ങണതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആദ്യം അതിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ചിന്തിക്കണം, എന്നിട്ട് റെസൊണൻസ് എഫക്റ്റ് ചിന്തിക്കണം, എന്നിട്ട് ഇത് ഹാലജൻ ആണോ ഹാലജൻ അല്ലേന്ന് ചിന്തിക്കണം, എന്നിട്ട് അതിൻ്റെ കമ്പാരിസൺ ഓർക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നീറ്റ് 2-3 കൊല്ലം കഴിയൂല സാറേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ശരിയാണ്, അതിനൊന്നും നമുക്ക് നേരമില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക 5 മിനിറ്റ്, എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് അങ്ങോട്ട് പഠിക്കുക. മോനെ, നമ്മൾ ആവശ്യക്കാരാണ്, നമ്മളാണ് ആവശ്യക്കാർ. നമ്മൾ ഡോക്ടർ ആവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമല്ല. നമ്മളല്ലെങ്കിൽ വേറെ ആൾ ഡോക്ടറായിട്ട് സമൂഹത്തെ നോക്കും. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഡോക്ടർ ഉണ്ടായാൽ സമൂഹത്തിനൊക്കെയാണ്. നമ്മൾ ഡോക്ടർ ആവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. എഞ്ചിനീയർ ആവലും അതെ. അതുകൊണ്ട് ആവശ്യക്കാരൻ പണിയെടുക്കേണ്ടി വരും. ആരാ ആവശ്യക്കാരൻ? നീയാണ്. നീ പണിയെടുക്കണം. അങ്ങനെ പണിയെടുക്കുന്നവർക്കുള്ളതാണ് എൻട്രൻസ്. ഒന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഈ 10 ആളുകളെ അതേ ഓർഡറിൽ അങ്ങോട്ട് കാണാൻ പഠിച്ചോ. ആരാണ് ഈ 10 ആളുകൾ? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. അല്ല സാറേ, അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് നേരത്തെ കേട്ടിട്ടില്ലേ? ഇലക്ട്രോണെ കൊടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വിളിക്കുന്ന ഓമന പേരാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പൊ ഈ കാണുന്ന എല്ലാ ഘടിതാപ്പുകളും ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ്. കൊടുക്കുന്ന എല്ലാവരെയും വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. അല്ല സാറേ, ഈ 10 എങ്ങനെയും എണ്ണാൻ കിട്ടിയാൽ പോരാ. ഈ ഓർഡറിൽ പഠിക്കണം. ആദ്യം O-, പിന്നെ NH2, പിന്നെ OH, പിന്നെ OR, പിന്നെ NHC ഡബിൾ ബോണ്ട് OR, OC ഡബിൾ ബോണ്ട് OR, R3C. R3C എന്ന് പറഞ്ഞാൽ ടെർഷ്യറി ആൽക്കൈൽ എന്നാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാ. ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പാണ് സെക്കൻഡറിയേക്കാൾ പ്രൈമറിയേക്കാളൊക്കെ കൂടുതലെന്ന്. 3 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഒരേ കാർബണിലേക്ക് വന്നവനാണ് ടെർഷ്യറി. 2 വന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ, 1 വന്നതെന്നുണ്ടെങ്കിൽ പ്രൈമറി ആൽക്കൈൽ. ആരും വന്നിട്ടില്ലെങ്കിൽ മീഥൈൽ എന്നതിനെ പേര് പറയും. അപ്പോൾ അവസാനത്തെ 4 സിമ്പിളാ, ബാക്കി 6 ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഇനി ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണേ. ഓക്സിജനും നൈട്രജനും ഒരേ അറ്റ്മോസ്ഫിയറിൽ വന്നാൽ, ഒരേപോലെ വന്നാൽ, അതായത് ഇപ്പോൾ NH2 എന്ന് പറയുന്ന ആളുമുണ്ട്, OH എന്ന് പറയുന്ന ആളുമുണ്ട്. ഇവിടെ രണ്ടിടത്തും ഓക്സിജനും നൈട്രജന്റെയും കൂടെ ഉള്ളത് ഹൈഡ്രജൻ ആണല്ലോ. എണ്ണം നീ നോക്കണ്ട, വാലൻസ് ഇലക്ട്രോൺസിന്റെ ഡിഫറൻസിനനുസരിച്ച് അവരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതല്ല ഇവിടുത്തെ ചർച്ച. നൈട്രജന്റെ കൂടെയുള്ളതാര്? ഹൈഡ്രജൻ. ഓക്സിജന്റെ കൂടെയുള്ളതാര്? ഹൈഡ്രജൻ. ശരിയല്ലേ? അപ്പൊ ഈ 2 കേസ് വന്നാൽ ആരാണ് ഇവിടെ മോർ ഡൊണേറ്റിംഗ് എന്ന് നോക്കിക്കോട്ടെ. ഈ നൈട്രജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജനും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജന് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ 1 വരക്കുന്നുള്ളൂ. ഇനി പറ മോനെ, നൈട്രജൻ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. എന്താ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം? അയാൾക്ക് ഇലക്ട്രോണിനെ ഇഷ്ടമാണ് എന്നല്ലേ. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ അയാൾ പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കൊടുക്കും എന്നാണോ കൊടുക്കൂല എന്നാണോ അതിനർത്ഥം? കൊടുക്കൂല എന്നാണ്. കൊടുക്കുമോന്ന് ചോദിച്ചാൽ കൊടുക്കും, പക്ഷേ നൈട്രജൻ കൊടുക്കുന്ന അത്ര കൊടുക്കില്ല. കാര്യം എന്താ? നൈട്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റീവാണ് ഓക്സിജൻ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കത്തിയോ? നൈട്രജനും ഓക്സിജനും ഇവിടെ ഒരേ എൻവയോൺമെന്റിലാണ്. 2ന്റെയും വാലൻസി ഒരേ ഗ്രൂപ്പുകളാണ്. 2ലും ലോൺ പെയർ ഉണ്ട്. 2 പേരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിൽ ആരാണ് മോർ ആക്ടിവേറ്റിംഗ് എന്ന് നിനക്ക് കൺഫ്യൂഷൻ വന്നാൽ നീ ചിന്തിക്കേണ്ട ത്രെഡാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എന്താണ്? ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, നൈട്രജനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ഓക്സിജൻ നൈട്രജനേക്കാൾ ഇലക്ട്രോൺ എൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോട് സ്നേഹമുള്ളവൻ എന്നാണല്ലോ. അപ്പോൾ ഓക്സിജൻ ആണോ നൈട്രജൻ ആണോ കൂടുതൽ ഇലക്ട്രോണിനെ വിട്ടങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക? അത് നൈട്രജനാ. കാര്യം അയാൾ ഓക്സിജനേക്കാൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ നൈട്രജനും ഓക്സിജനും ഒരേ എൻവയോൺമെന്റിൽ വന്നാൽ നൈട്രജനുള്ള കോമ്പൗണ്ട് ആയിരിക്കും മോർ ഡൊണേറ്റിംഗ്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ നിങ്ങൾ, NH2 OH വന്നപ്പോൾ മോർ ഡൊണേറ്റിംഗ് NH2. ഇവിടെ നോക്കിയാൽ നിങ്ങൾ NHC ഡബിൾ ബോണ്ട് ORഉം OC ഡബിൾ ബോണ്ട് ORഉം വന്നു. ഇവിടെ നൈട്രജൻ, ഇവിടെ ഓക്സിജൻ. കണ്ടോ? അതിന്റെ കൂടെ വന്ന വാലൻസി നോക്കിയാൽ C ഡബിൾ ബോണ്ട് OR സെയിം ആണല്ലോ. 2 ഒരേ എൻവയോൺമെന്റിലല്ലേ വന്നത്. അപ്പോഴെല്ലാം നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് മോർ ഡൊണേറ്റിംഗ്. ബിക്കോസ് നൈട്രജൻ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. ദാറ്റ് ഈസ് ദ റീസൺ. കിട്ടിയല്ലോ? അങ്ങനെ പഠിച്ചു വെച്ചാൽ ഇതിൽ കൺഫ്യൂഷനോ ബുദ്ധിമുട്ടുകളോ ഇല്ല. സാറേ, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് മാത്രം മതിയോ? പോരല്ലോ. ഡീആക്ടിവേറ്റിംഗ് വേണ്ടേ? വേണമല്ലോ. ബോഡിയിലുണ്ടോ? ഉണ്ടല്ലോ. നോക്കിക്കോ, പഠിച്ചോ. എത്ര ഉണ്ട് തെണ്ണിക്കോ? 1 2 3 4 5 6 7 8 9 10 11 12 13 ആളുണ്ട്. എങ്ങനെയാ സാറേ പഠിക്കുക? ഞാൻ കാണിച്ചു തരണം. കൈ ഇങ്ങനെ കെട്ടി നിൽക്കുക, ഇങ്ങനെ നോക്കുക. എന്നിട്ട് ആ 13 ആൾക്കാരെ ഒരു 40 വട്ടം ഇങ്ങോട്ട് പറയുക. സാറേ 40 കുറച്ചുകൂടെ? ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന്. 40 നീ കുറച്ച് 30 20 10 ആക്കിക്കോ, പക്ഷെ പഠിക്കണം. വേറെ അതിൽ എളുപ്പ വഴിയൊന്നുമില്ല. നീ ആവശ്യക്കാരനാണ്, നീ പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എപ്പോൾ പഠിക്കണം? ഇപ്പോൾ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട പണി ഇന്ന് പഠിപ്പിച്ച സാധനങ്ങൾ സ്പീഡിലൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ള. അതിൽ നിർബന്ധമായി യൂസ് ചെയ്ത സാധനം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനിയും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവർ നിർബന്ധമായും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരണേ. കാര്യം ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ അതിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും അതിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് തരാനിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് തന്നെ അവർക്ക് പേഴ്സണലി ഒന്ന് അയച്ചു കൊടുക്കുക. അവർ വീഡിയോ കണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്കൊക്കെ വന്ന് പോകുമ്പോഴേക്ക് കുറേ നേരമാവും. അപ്പോൾ നിങ്ങളൊന്ന് പേഴ്സണലി അവർക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.